ആണ് സ്ഥലം. ഒരു പറഞ്ഞ ലാൻഡ്മാർക്ക് വെച്ച് നോക്കുമ്പോൾ തന്നെയാണ് സ്ഥലം. അപ്പോൾ ഏതായാലും നമുക്കൊന്ന് പോയി നോക്കുക. തന്നെയാണ് സ്ഥലം. അങ്ങനെ നമ്മൾ എത്തിയിട്ടോ ലാസ്റ്റ്. ഏതായാലും വണ്ടി ഞാൻ ഇവിടെ ഒന്ന് ഒതുക്കട്ടെ. അപ്പൊ നമുക്ക് വണ്ടി ഓഫാക്കിയാണ്ടേ ഒന്ന് പോയി നോക്കുക. ഇതാണ് സ്ഥലം. ഹായ്, നമസ്കാരം കേട്ടോ. ഇതാക്കണം, ഇങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ ഈ വീടുണ്ടെങ്കിൽ മൊത്തം ഒരു 1 ഏക്കർ 18 സെന്റ് സ്ഥലമുണ്ട്. അതിനകത്ത് ഇതാക്കണേ 1400 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമൊക്കെ ആയിട്ടുള്ള നല്ലൊരു വീടുണ്ട്. പറമ്പിലാണ് അത്യാവശ്യം നല്ല ആദായം കാര്യങ്ങളൊക്കെ കിട്ടണം കേട്ടോ. അപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോണേ. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥലമോ പ്രോപ്പർട്ടി ഒക്കെ ഇതേമാർക്ക് സെയിൽ ചെയ്യാണെങ്കിൽ അതിന് താഴെ കാണുന്ന ഞങ്ങളെ നമ്പറിൽ വിളിക്കട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് നേരെ പോയേക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോഴേ ഇതാണ് നമ്മളെ വീട്ടിലോട്ട് പോകേണ്ട വഴി. ഏത് വാഹനം വേണമെങ്കിലും പോകാനുള്ള റോഡും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ റോഡ് വരുന്നത് മെക്കാടൻ ടാറിംഗ് ആണ്, അതായത് റബ്ബറൈസ്ഡ് റോഡിൻ്റെ സൈഡിലായിട്ട് നമ്മളെ പ്ലോട്ട് വരുന്നത്. ഈ കാണുന്നതാണ് പ്ലോട്ട്. മൊത്തം 1 ഏക്കർ 18 സെൻറ്റ് സ്ഥലമാണ്. അതിനകത്ത് ഒരു 1400 സ്ക്വയർ ഫീറ്റ് പണിതൊരു വീടുണ്ട് കേട്ടോ. ഈ റോഡ് നേരെ ഇങ്ങനെ പോകുന്നത് ചുള്ളിക്കരയിലോട്ട് പോകുന്ന റോഡാണ്. ചുള്ളിക്കരയിലോട്ട് ഇവിടുന്ന് ഏകദേശം ഒരു 7 കിലോമീറ്ററാണ് നമുക്ക് പോകാനുള്ളത്. പിന്നെ ഈ റോഡ് ഇങ്ങനെ നേരെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറ്റിക്കോൽ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് എത്തുക. കുറ്റിക്കോലിലോട്ട് പോകാൻ വെറും 3 കിലോമീറ്റർ മാത്രം പോയി കഴിഞ്ഞാൽ നമുക്ക് കുറ്റിക്കോലെത്തും. ഇവിടെ കുറ്റിക്കോൽ ഒരു ടൗൺ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൊട്ടോടി എന്ന് പറഞ്ഞ സ്ഥലത്തും നമുക്കൊരു ടൗൺ ഉണ്ട്. അത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറ്റിക്കോൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് കിട്ടും. അതുപോലെ തന്നെ കൊട്ടോടി പോയാലും കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മൊത്തത്തിലൊന്ന് പോയിട്ട് എൻ്റെ ഫുള്ള് കാണാം. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഇത് ബസ് റൂട്ടാണ്. ഇഷ്ടംപോലെ ബസ്സുകളൊക്കെ പോകുന്നുണ്ട്. നമുക്ക് ചെറുപുഴ പോകുന്നുണ്ട്, പാണത്തൂർ പോകുന്നുണ്ട്, അതുപോലെ തന്നെ മംഗലാപുരത്തിനൊക്കെ ബസ്സുകളൊക്കെ പോകുന്ന റൂട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ അടുത്തുനിന്ന് ഇവിടുന്ന് ഒരു 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ കുടുംബൂർ പറഞ്ഞൊരു പാലൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിയ ഒരു പുഴയും കാര്യങ്ങളൊക്കെയാണ്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടോ ക്ഷാമോ കാര്യങ്ങളൊന്നും നേരിടാത്ത ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ബാ. അവളേ നമ്മളിപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ വന്നത്. അങ്ങനെ തലയ്ക്കുന്ന അവിടെ ഒരു സൈൻ ബോർഡ് കാണുന്നുണ്ടാണ്. അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ വന്നുള്ളത്. നമ്മളെ ഈ സ്ഥലത്തിൻ്റെ അതിരിതാണ് ഏകദേശം ഇതുവരെ വരും കേട്ടോ. ഇതുവരെ നമ്മളെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജായിട്ട് അത്രയും നല്ല നീളം തന്നെ നമുക്ക് ഫ്രണ്ടേജായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്നത് കള്ളാറും അതുപോലെ തന്നെ വില്ലേജും കള്ളാറാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ താലൂക്ക് വരുന്നത് വെള്ളരിക്കുണ്ട് താലൂക്കിൽപ്പെട്ട സ്ഥലമാണ്. ഇനി നമുക്ക് പറമ്പിൽ പോയിട്ട് പറമ്പിലെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഓരോന്ന് ഞാൻ കാണിച്ചു തരാം. കമോൺ. അപ്പോളേ നമ്മളെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല നീളം വരും കേട്ടോ. പിന്നെ ഏത് വാഹനം വേണമെങ്കിലും, ഏത് വലിയ കാറോ ജീപ്പോ ബൈക്കോ ഏത് ടോറസ് വണ്ടി വരെ വരുന്ന റോഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് പിന്നെ കാഞ്ഞങ്ങാട് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 29 കിലോമീറ്ററും അതുപോലെ തന്നെ നമുക്ക് കാസർഗോഡ് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 38 കിലോമീറ്ററാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് അടുത്തുള്ള എയർപോർട്ട് എന്ന് പറഞ്ഞാൽ മംഗലാപുരം എയർപോർട്ടാണ്. 90 കിലോമീറ്ററാണ് നമുക്ക് മംഗലാപുരം എയർപോർട്ടിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വെറും 100 കിലോമീറ്ററാണ് കേട്ടോ. പിന്നെ ഈ കാണുന്ന കണ്ടല്ലെങ്കിൽ ഇതാണ് നമ്മളെ പ്ലോട്ട്. വരുമ്പോൾ തന്നെ നല്ല എന്താ പറയുക നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്ന കവുങ്ങ് കണ്ടില്ലെങ്കിൽ അത്യാവശ്യം നല്ല കിടിലൻ കവുങ്ങുകളാണ് കേട്ടോ. 3-ാം വർഷം പ്രായമായ കവുങ്ങുകളാണ്. നമുക്ക് ഓരോന്ന് വഴിയെ ഓരോന്നായിട്ട് കാണാം കേട്ടോ. നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ടുള്ളൊരു വ്യൂ ഉണ്ടല്ലോ നിങ്ങൾ. നല്ല എന്താ പറയുക സൈലൻ്റ് ആയിട്ടുള്ളൊരു പ്രദേശം, എന്താ പറയുക അത്യാവശ്യം നല്ലൊരു വ്യൂ ഒക്കെ കിട്ടുന്ന ഒരു സൂപ്പർ ഒരു സ്ഥലമാണ് കേട്ടോ. നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്ത് കവുങ്ങുണ്ട്, പിന്നെ തെങ്ങുണ്ട്, പിന്നെ കുറേ കുരുമുളക്, പിന്നെ പശുവിനൊക്കെ വളർത്താൻ പാകത്തിനുള്ളൊരു ചെറിയൊരു തൊഴുത്തുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ബെഡ്റൂമൊക്കെയുള്ള നല്ലൊരു വീടും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് കാണിച്ചു തരാം കേട്ടോ. അല്ലെങ്കിൽ നല്ല കിടിലം പ്ലോട്ടാണ്. അതിനകത്ത് തേക്ക് മരങ്ങളുണ്ട്, പ്ലാവ് ഉണ്ട്, എന്ന് വേണ്ട ഒരുവിധ എന്താ പറയുക അത്യാവശ്യം ആദായമൊക്കെ കിട്ടുന്ന നല്ലൊരു കിടിലം പ്ലോട്ടാണ്. നമുക്കിനി ഉള്ളിലോട്ട് പോയിട്ട് ഉള്ളിലെ ഡീറ്റെയിലും കാര്യങ്ങളും മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. അപ്പോളേ അങ്ങനെ നമ്മൾ വന്നിട്ട് ആ വീടിന്റെ മുറ്റത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഏത് വണ്ടി വേണമെങ്കിലും നമുക്ക് വീടിന്റെ മുറ്റം വരെ കൊണ്ടുവന്ന് നിർത്താൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുറ്റമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. വീടിന്റെ ഫ്രണ്ട് നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മൊത്തം 1400 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമൊക്കെ ആയിട്ടുള്ള നല്ലൊരു വീട് തന്നെയാണ്. ഫ്രണ്ടിൽ തന്നെ കാർ പോർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിയൊക്കെ നേരെ നമുക്ക് കാർ പോർച്ചൊക്കെ കൊണ്ടുപോയി നിർത്താനൊക്കെ സൗകര്യമുണ്ട്. പിന്നെ മുറ്റമൊക്കെ ഫുള്ള് ജില്ലിട്ടേക്കാണ് കേട്ടോ. വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങോട്ട് നോക്കിയാണ് കിണറാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ ഒരു പ്ലോട്ട് ഒരു സ്ഥലമൊക്കെ എടുക്കാന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ട കാര്യം വെള്ളമാണല്ലോ നമുക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടത്.
നമ്മൾ ആദ്യം നോക്കുക അതല്ലേ. നമ്മൾ ഇങ്ങോട്ട് വന്ന് നോക്കുകയാണെങ്കിൽ വെള്ളം നല്ല വറ്റാത്ത വെള്ളമുള്ള കിണറാണ് കേട്ടോ. ഇഷ്ടം പോലെ വെള്ളമാണ്, ഫുൾ ടൈം വെള്ളം ഉണ്ടാവും, വേനൽക്കൊന്നും വറ്റൊന്നുമില്ല. പിന്നെ നമുക്ക് 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ കുടുംബൂര് പുഴയൊക്കെ ഉണ്ട്. പുഴയൊക്കെ അടുത്തുണ്ടാകുമ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ ഒന്നും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ കണ്ടില്ല ഞങ്ങൾ വീടിൻ്റെ മുറ്റത്തല്ല ഫുള്ള് ചെടികളും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് അതിനുള്ള ആ ഒരു നല്ല ഭംഗിയുണ്ട് കേട്ടോ. വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെയുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ. നമുക്ക് ഈ വീട് ആദ്യം നമുക്ക് ഈ വീട് കാണാം അല്ലേ ഏട്ടായേ? ആദ്യം വീട് കാണിച്ചു കൊടുക്കാം. നല്ല നല്ല സൗകര്യമുള്ള വലിയ വീട് തന്നെയാണ്. അപ്പൊ നമുക്ക് വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാണെങ്കിൽ സിറ്റ് ഔട്ടാണ്, ഫുള്ള് ഓപ്പൺ സിറ്റ് ഔട്ടാണ് കേട്ടോ. നിലമൊക്കെ ഫുള്ള് ഗ്രാനൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത്. നോക്കിയേ, നല്ല വലിയ സിറ്റ് ഔട്ട് തന്നെ. എല്ലാവർക്കും ഇരിക്കാനും വർത്താനം പറഞ്ഞിരിക്കാനും നല്ല കാറ്റും കൊണ്ടൊക്കെ ഇരിക്കാനൊക്കെ സൗകര്യത്തിനുള്ള വലിയ എന്താ പറയാ വലിയ സിറ്റ് ഔട്ട് തന്നെയാണ്. നോക്കിയ സിറ്റ് ഔട്ടിൻ്റെ ഒക്കെ സ്റ്റെപ്പൊക്കെ ഉണ്ടല്ലേ, നല്ല ഇവിടെയൊക്കെ ഇരിക്കുന്ന നല്ല രസമായിരിക്കില്ല വൈകുന്നേരങ്ങളിലൊക്കെ. അപ്പോൾ ഞാൻ സിറ്റ് ഔട്ട് എന്നുള്ളൊരു വ്യൂ ഇപ്പോൾ അതാണ് കേട്ടോ. പിന്നെ ഇതാക്കണ ഫ്രണ്ടിൽ ഇതാക്കണ ഒരു 5 കള്ളി ജനലുണ്ടല്ലോ, നമുക്ക് അകത്തുനിന്ന് ഫ്രണ്ട് ഭാഗത്തോട്ടുള്ള വ്യൂ ഒക്കെ കിട്ടാൻ സൗകര്യത്തിന് ഇവിടെ ഒരു 5 കള്ളി ജനൽ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീടിന്റെ ജനല്, വാതില്, കട്ടില എല്ലാ സാധനങ്ങളും പ്ലാവിലാണ് കൊത്തുപണി എല്ലാം ചെയ്തിട്ടുള്ളത്. പിന്നെ നോക്കണം ഫ്രണ്ട് ഡോർ ഇങ്ങോട്ട് നോക്ക്, ഇതൊക്കെ മരത്തിന്റെ തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുണ്ട് ഡോറിലൊക്കെ. അപ്പൊ നമുക്ക് അകത്തേക്കൊക്കെ ഒന്ന് പോയി നോക്കിയാലോ? അത് പോയി കാണിച്ചു കൊടുക്കാലോ. പിന്നെ വ്യൂ ഉണ്ടല്ലോ നിങ്ങള്, ഫുള്ള് പച്ചപ്പാണ് കേട്ടോ. തെങ്ങുമായിട്ടും കവുങ്ങായിട്ടും നല്ലൊരു കൃഷിസ്ഥലമായിട്ടുള്ള ഒരു നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. അടുത്ത് തന്നെ വീടുകളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ നിങ്ങൾ നോക്കിയാൽ തന്നെ തൊട്ടടുത്ത് അവിടെയൊക്കെ വീടുകളൊക്കെ ഉണ്ട്, അയൽവാസികളൊക്കെ ആയിട്ട്. നമുക്ക് അകത്ത് പോയിട്ട് അകത്തെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണട്ടോ. അപ്പൊ ഹാളിലോട്ടൊക്കെ കയറി വരുമ്പോൾ കണ്ടില്ലേ, ഹാളൊക്കെ നല്ല വലിയ ഹാളിനാണ് കേട്ടോ. അങ്ങോട്ട് നോക്കി നമ്മൾ ഹാളിലോട്ട് കയറി വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണുക നല്ലൊരു പൂജാമുറിയാണ്. ഇത് നോക്കി. പിന്നെതാ നമ്മളെ ഹാളൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വലിയ ഹാൾ തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ഇരിക്കാനും ഒക്കെ സൗകര്യത്തിന് TV കണ്ടിരിക്കാനും ഒക്കെ ഉള്ള നല്ല വലിയ ഹാൾ തന്നെയാണ്. നിലമൊക്കെ ഫുള്ള് ഗ്രാനൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. എല്ലായിടത്തും ഒരേ കളർ ഗ്രാനൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്ത് നല്ലൊരു ഷെൽഫൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ടൊരു 3 കള്ളി ജനലുണ്ട് ഈ ഒരു സൈഡിലോട്ട്. അതേപോലെ നമുക്ക് ഫ്രണ്ടിലോട്ട് പുറത്തുനിന്നുള്ള വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു 5 കള്ളി ജനൽ ഈ ഒരു ഭാഗത്തുണ്ട്. പിന്നെ ഹാളിൻ്റെ ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു ഡിസൈൻ കണ്ടെങ്കിൽ നല്ല ആർച്ച് പോലെ നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ നല്ല ഭംഗിയുണ്ടല്ലേ, അത് നല്ല ഭംഗിയുണ്ടല്ലേ. നമുക്ക് ഈ റൂമിന് മൊത്തം 2 ബെഡ്റൂമാണ് വരുന്നത്. ഒരു റൂം ഈ ഒരു ഭാഗത്താണ് വരുന്നത്, പിന്നെ അടുത്ത റൂം നമുക്ക് അവിടെയാണ് വരുന്നത്. നമുക്ക് ഇവിടെ ഇനിയിപ്പോൾ ഗസ്റ്റുകളോ കാര്യങ്ങളൊക്കെ വന്ന് സംസാരിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് റൂമിലോട്ടൊന്നും പെട്ടെന്ന് കാണുമൊന്നുമില്ല, ആ ഒരു പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇങ്ങോട്ട് പോകാൻ നമുക്ക് റൂമുകളൊക്കെ ഓരോന്നായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ റൂം ഇത് അവിടെയാണ് വരുന്നത്. റൂമൊക്കെ നല്ല സൗകര്യമുള്ള വലിയ റൂം തന്നെയാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തോട്ട് ഒരു 4 കള്ളി ജനലുണ്ട്. അതുപോലെ ആ ഒരു ഭാഗത്തേക്കും ഒരു 4 കള്ളി ജനൽ ആ ഒരു ഭാഗത്തേക്കും ഉണ്ട്. പിന്നെ റാക്ക് ഉണ്ട്, അതുപോലെ ഷെൽഫ് ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. വലിയ റൂം തന്നെയാണ്. നല്ല എല്ലായിടത്തും ഒരേ കളർ ടൈലല്ല, ഗ്രാനൈറ്റ് ആണ് കേട്ടോ. എല്ലായിടത്തും ഒരേ കളർ. പിന്നെ ഇതാക്കണേ ജനൽ, വാതിൽ, കട്ടില, ഈ സാധനത്തൊക്കെ ഫുള്ളും മരമാണ്. ഒക്കെ പ്ലാവിൻ്റെ ഇതിലാണ് കൊത്തുപണികളും സംഭവങ്ങളൊക്കെ സിമ്പിൾ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളത്. പിന്നെ ഇനി ഇങ്ങോട്ട് നമുക്ക് അടുത്ത നമ്മളെ റൂം അവിടെയാണുള്ളത്. പിന്നെ ഹാളിൽ നമ്മൾ നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെയാണ് നമ്മളെ ഡൈനിങ് ഏരിയ വരുന്നത് കേട്ടോ. നമുക്കിവിടെ അകത്തുനിന്ന് തന്നെയാണ് മുകളിലോട്ടുള്ള സ്റ്റെയറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഡൈനിങ് ഏരിയയിലാണ് നമുക്ക് സ്റ്റെയർ എല്ലാം വരുന്നത്. മേലെ ഇനിയിപ്പോൾ എക്സ്ട്രാ വേറെ റൂമോ കാര്യങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാക്കണേ ഡൈനിങ് ഏരിയ ഒക്കെ അത്യാവശ്യം നല്ലൊരു 5-6 ആൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സൗകര്യത്തിനുള്ള വലിയ ഡൈനിങ് ഏരിയ തന്നെയാണ്. വലിയ മേശക്കിടാൻ സൗകര്യത്തിനുള്ളത്. ഈ ഒരു ഭാഗത്തോട്ട് ഒരു 3 കള്ളി ജനൽ വരുന്നുണ്ട്. നമുക്ക് പുറത്തുനിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാലും. അതുപോലെ ഈ ഒരു ഭാഗത്തൊരു വാഷിംഗ് ഏരിയ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ രണ്ടാമത്തെ റൂം ഇവിടെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാക്കണേ റൂമൊക്കെ നല്ല സൗകര്യമുള്ള വലിയ റൂം തന്നെയാണ്. നേരത്തെ കണ്ട അതേപോലെ വലിയ റൂം. ആ ഒരു ഭാഗത്തേക്ക് 4 കള്ളി ജനലും ഈ ഒരു ഭാഗത്തേക്ക് ഒരു 3 കള്ളി ജനലൊക്കെ വരുന്നുണ്ട്. പിന്നെ റൂമിനൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഷെൽഫെല്ലാം ഉണ്ട്. ഇവിടെയാണ് നമ്മളെ ഷെൽഫും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഈ റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ബാത്റൂം ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയ ബാത്റൂമൊക്കെയാണ്. അപ്പോൾ 2 റൂമാണുള്ളത് വീടിന് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് കാണാനുള്ളത് അടുക്കളയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് ഡൈനിങ് ഏരിയയിലോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മളെ അടുക്കളയൊക്കെ വരുന്നത്. അടുക്കള വലിയ അടുക്കളയാണ് കേട്ടോ, ചെറുതൊന്നല്ല, നല്ല വലിയ അടുക്കളയാണ്. എത്ര ആൾക്ക് വേണമെങ്കിലും നിന്ന് തിരിഞ്ഞ് പണിയെടുക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. പാചകവും കാര്യങ്ങളൊക്കെ ആയിട്ട് സാധനങ്ങളെല്ലാം എടുത്ത് വെക്കാനുള്ള ഫാബ്രിക്കേഷൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റാക്ക് ഉണ്ട്.
പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇനി വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് എല്ലാം ആക്കാന്നുണ്ടെങ്കിൽ അതിന് അത്രയ്ക്കും സ്പേസ് നല്ലോണം ഉണ്ട് കേട്ടോ. ഒരുപാട് സ്പേസ് വരുന്നുണ്ട്. വലിയ അടുക്കളയാണ്. നിലമൊക്കെ എല്ലായിടത്തും ഒരേ കളർ ടൈൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. ഗ്രാനൈറ്റ്. ടൈലല്ല, ഗ്രാനൈറ്റ്. ഞാൻ എപ്പോഴും അങ്ങനെ മാറിപ്പോയതാട്ടോ, ഗ്രാനൈറ്റ് ആണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. നമ്മളൊക്കെ എടുത്ത് വെക്കാനുള്ള ഒരു സ്റ്റോർ റൂമാണിത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്താണ് വർക്ക് ഏരിയ ഉള്ളത് കേട്ടോ. പുറത്തോട്ട് ഇങ്ങോട്ട് വരുമ്പം വർക്ക് ഏരിയ ആണെങ്കിലും വലിയ വർക്ക് ഏരിയ ആണ്. നല്ല നീളൻ വരാന്ത പോലത്തെ വലിയ വർക്ക് ഏരിയ ആണ്. ഈ ഒരു ഭാഗത്ത് നമുക്ക് അടുപ്പ് വരുന്നുണ്ട്, വിറകടുപ്പുണ്ട്, ആലുവ അടുപ്പാണ്. അടുപ്പിൻ്റെ സൈഡെല്ലാം ചുറ്റും ടൈലൊക്കെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തെല്ലാം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കാനോ ഭക്ഷണം കഴിച്ചിരിക്കാനോ ഒക്കെ നല്ലൊരു ചെറിയൊരു തട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത്. നിലം വേറെ കളർ ടൈലാണ് ഇട്ടിട്ടുള്ളത് വർക്ക് ഏരിയയിൽ. പിന്നെ ഇവിടുന്ന് നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് ചെറിയ ഷെഡൊക്കെ ആയിട്ടുള്ള ഇവിടെ എന്താ പറയുക ഒരു ചായ്പാക്കിയിട്ടുണ്ട് അല്ലേ, തുണിയ സാധനങ്ങൾ സംഭവങ്ങളൊക്കെ വിരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ. അതുപോലെ ഇവിടെ ഈ കാണുന്നത് ഇതൊരു സ്റ്റോർ റൂമാണ് ഈ ഭാഗത്തുള്ളത്. അപ്പം നമ്മൾ പുറത്തോട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെയാണ് ഒരു സ്റ്റോർ റൂം ഉള്ളത്. വലിയ സ്റ്റോർ റൂം തന്നെയാട്ടോ. നമുക്ക് അടയ്ക്കോ തേങ്ങയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വിറകൊക്കെ സൂക്ഷിച്ച് വെക്കാനൊക്കെ സൗകര്യത്തിന് വലിയൊരു സ്റ്റോർ റൂം തന്നെയാണ്. മേലെ ഷീറ്റാണ് ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ വേണമെങ്കിൽ ഈ ഒരു ഭാഗത്തോട്ട് മഴ ഉണ്ടെങ്കിലും നമുക്ക് ഇറങ്ങാൻ ഒരു പ്രശ്നമില്ല, മഴ നനയൊന്നുമില്ല. ഫുള്ള് ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു കോമൺ ബാത്റൂമും അതുപോലെ ടോയ്ലറ്റും ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റും ബാത്റൂമും കൂടി ആയിട്ടുള്ളതാണ്. അപ്പോൾ വീടിൻ്റെ സൗകര്യങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. നമുക്ക് വീടിൻ്റെ പുറത്ത് പറമ്പിലിഞ്ഞ് പോയിട്ട് നമുക്ക് തെങ്ങും കവുങ്ങും സംഭവങ്ങളും നല്ല ആദായം കിട്ടുന്ന അത്യാവശ്യം നല്ലൊരു സ്ഥലം തന്നെയാണ്. നമുക്ക് പറമ്പിലോട്ടൊന്ന് പോയിട്ട് നോക്കാം. അപ്പം നമ്മൾ വീടൊക്കെ കണ്ടു കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ നമുക്ക് ഈ പറമ്പിനകത്തുള്ള ആദായങ്ങൾ എന്തൊക്കെയാണല്ലോ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം നമുക്ക്. നിങ്ങൾ നോക്കിയാൽ നല്ല വീടും സ്ഥലം കേട്ടോ, നല്ല രസം കേട്ടോ, നല്ലൊരു ഭംഗിയുള്ള സ്ഥലം. നോക്കിയാൽ സപ്പോട്ടമരാണ് ഈ കാണുന്നത്. വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ജ്യൂസ് അടിച്ച് കൊടുക്കാനൊക്കെ സപ്പോർട്ടൊക്കെ ഇഷ്ടം പോലെ കായ്ക്കണം കേട്ടോ. ഇപ്പം തന്നെ നിറയെ കായുണ്ടായിമേ. പിന്നെ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ നിങ്ങൾ തെങ്ങാണ് നിങ്ങൾ കാണാം. നല്ല കായ്ക്കണ തെങ്ങ്, ഏകദേശം ഒരു 50ഓളം തെങ്ങുണ്ട് ഇതിനകത്ത് കേട്ടോ. വീട്ടിലെ ആവശ്യത്തിന് കറിക്ക് അരയ്ക്കാനുള്ള തേങ്ങ, അതുപോലെ വെളിച്ചെണ്ണ ആക്കാനോ കടയിൽ പുറത്ത് കൊടുക്കാനൊക്കെ തേങ്ങയൊക്കെ ഇഷ്ടം പോലെ കിട്ടണതാണ് കേട്ടോ. പിന്നെ ഒന്നും നട്ടത് പോയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ നല്ല കൃഷിക്കൊക്കെ പറ്റിയ നല്ല മണ്ണുള്ള സ്ഥലം. അത് കണ്ടിട്ട് ഇപ്പൊ ഒരു പാവൽ കൃഷി ചെയ്യണതാണ് കേട്ടോ, പാവയ്ക്ക. അപ്പൊ ഇതൊക്കെ നല്ല കൃഷിക്കൊക്കെ ചെയ്യാൻ പറ്റിയ മണ്ണ. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കിയേ, ആ കാണുന്നത് ഒരു പശുത്തൊഴുത്താണ്. വേണമെങ്കിൽ ഒരു 7 പശുവിനെ അല്ലെ ഒരു നേരത്തെ ഒരു 5-6 പശുവിനൊക്കെ വളർത്താൻ സൗകര്യത്തിനുള്ള പശുക്കൂടാണ് നിങ്ങൾ ആ കാണുന്നത്. അപ്പൊ അത് നമുക്ക് അതിന്റെ താഴെ പോയിട്ട് അതിന്റെ അടുത്ത് പോയിട്ട് കാണിച്ചു കൊടുക്കാം. പിന്നെ കവുങ്ങ് കണ്ടില്ല, അത് നോക്കിയാൽ ചെറിയ ഇന്റർമംഗളം അല്ലത്, ഇന്റർമംഗളം 3-ാം വർഷം പ്രായമായ കവുങ്ങാണ്. നല്ല അതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് താഴെ അടുത്തടുത്ത് വീടുകളുണ്ട് അല്ലേ, അടുത്ത ഇഷ്ടം പോലെ വീടുകളുണ്ട് അങ്ങോട്ടൊക്കെ. അപ്പൊ നമുക്ക് പറമ്പിൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നായിട്ട് തന്നെ കാണാം നമുക്ക്. പിന്നെ നമുക്ക് ഇവിടെ കറണ്ടിന്റെ കണക്ഷൻ ഇവിടെ ഇലക്ട്രിക് പോസ്റ്റ് ഇവിടെ ഉണ്ട്. തെങ്ങൊക്കെ നോക്കിയാൽ നല്ല കായ്ക്കണ തെങ്ങ് കേട്ടോ. അത് നോക്കിയേ, മൊത്തം എല്ലാത്തേലും നല്ല കായ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇതുണ്ട്, അതൊക്കെ കോവൽ കൃഷിയാണ്, കോവയ്ക്ക. നല്ല മണ്ണുള്ള സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ടില്ല ഞങ്ങള് കരിവേപ്പിന്റെ മരമാണ് ആ കാണുന്നത്. നിങ്ങൾ വരിക ഞാൻ കാണിച്ചു തരാം. നിറയെ ഇല ഉണ്ടോ, നല്ല വളക്കൂറുള്ള നല്ല ഫലഭൂഷ്ടിയുള്ള മണ്ണാണ് കേട്ടോ. കണ്ടില്ലേ, അതാണ് കറിവേപ്പിന്റെ മരമാണ് ഈ കാണുന്നത്, വലിയ മരം. ഇമല്ല ഇല നോക്കുക, നല്ല ഇടതൂർന്നുണ്ടായിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. പിന്നെ ഇങ്ങോട്ട് നോക്ക്, കവുങ്ങ് ഇങ്ങോട്ട് നോക്ക്. ഏകദേശം ഒരു 3-ാം വർഷം പ്രായമായിട്ടുള്ള 180ഓളം കവുങ്ങുണ്ട്. ഇന്റർമംഗള എന്ന് പറഞ്ഞ ഇനത്തിൽ പെട്ടിട്ടുള്ള ഇതേ ഈ വണ്ണം. ഈ കൈ കൊണ്ട് 2 കൈയും പിടിച്ചാ പിടി ആവണില്ല, ഇത്രക്ക് വണ്ണുണ്ട്. ഈ ചോട്ടീന്ന് മേലെ വരെ ഒരേ വണ്ണം കണ്ടില്ലേ, നല്ല വണ്ണം, നല്ല വളക്കൂറുള്ള, നല്ല രീതിക്ക് നനയ്ക്കുക നോക്കുകയൊക്കെ ചെയ്യണ, വളമൊക്കെ ഇട്ട് നോക്കണ പറമ്പ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് താഴത്തേക്ക് പോയോക്കല്ലേ, ഇങ്ങോട്ട് പോവാ, നമുക്ക് ഇതിനാണ് പോയോക്കാം. പിന്നെ ഇവിടെ പോയ ഭാഗങ്ങളിലൊക്കെ അതേപോലെ തെങ്ങ് വെച്ചു. പുതിയ ഇനം തെങ്ങ്, പെട്ടെന്ന് കായ്ക്കണ ഇനം തെങ്ങും തൈയാണ് ഈ നട്ടമൊക്കെ. പിന്നെ അവിടെയൊക്കെ കപ്പ എല്ലാം കുറെ നട്ടിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് വാ, ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ തെങ്ങും തൈ, പുതിയ തൈയല്ല ഈ ഒരു ഭാഗത്തൊക്കെ നട്ടിട്ടുണ്ട്. തെങ്ങിനാണെങ്കിലും കവുങ്ങിനാണെങ്കിലും ഒക്കെ തടം തുറന്ന് വളമൊക്കെ ഇട്ട് നോക്കണ സ്ഥലമൊക്കെ ഉണ്ടല്ലോ. തെങ്ങിനൊക്കെ ഫുള്ള് തടം തുറന്നിട്ടുണ്ട്. ഈ കവുങ്ങിന്റെ ഒക്കെ വണ്ണം നോക്ക് കണ്ടോ, നല്ല വണ്ണുള്ള കവുങ്ങ് കേട്ടോ. പിന്നെ ഇതാക്കണ നല്ല രീതിക്ക് വളമൊക്കെ ഇട്ട് നോക്കണം. ഈ തെങ്ങും തൈന്റെ ഒക്കെ ആരോഗ്യം കണ്ടില്ലേ, നല്ല 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 തെങ്ങും തൈ ഇതാക്കണേ. ചെറിയ ഒരു കവുങ്ങ് ഇവിടെ കൊലച്ച് കാണിച്ചു തരട്ടോ, എന്തായാലും കുറെ ചൊട്ടത് അല്ലേ. അപ്പൊ ഇങ്ങോട്ട് വന്ന് നോക്കിയോക്ക്, ഈ ഒരു ഭാഗത്ത് ഇതുണ്ടോ ചെറിയ കവുങ്ങ്,
ചെറിയ ഏത് കുട്ടികൾക്കും ആണെങ്കിലും നടന്ന് അടക്ക പെറുക്കാനും അല്ലേ അതിനൊക്കെ പറ്റിയതാക്കണ്. അപ്പൊ ഇങ്ങനത്തെ നല്ല ആദായം കിട്ടി തുടങ്ങുക സ്റ്റാർട്ടിങ് ആണ്. ഒക്കെ നല്ല നല്ല തൈകളാണ് കേട്ടോ. ഇനി നമുക്ക് ഇവിടെയാണ് വീടിന്റെ താഴെ ഭാഗത്ത് ഇവിടെയാണ് നമുക്ക് പശുക്കൂടല്ല ഉള്ളത്. പശുവിനെ വളർത്താം, ആടിനെ വളർത്താം. ഇനിയിപ്പോ വേണമെങ്കിൽ ചെറിയൊരു കോഴി ഫാം പോലെ അങ്ങനെയൊക്കെ തുടങ്ങാം കേട്ടോ. നമുക്ക് അങ്ങനെ ഒരുപാട് ആൾക്കാരെ ശല്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ശല്യമോ കാര്യങ്ങളൊന്നും ഉള്ള ഒരു ഏരിയ ഒന്നല്ല. പിന്നെ ഇതാക്കണ കുരുമുളക് ഏകദേശം ഒരുവിധം എല്ലാ മരത്തേലും കുരുമുളക് ഉണ്ട്. ഇതേപോലെ ഇടതൂർന്നുണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് ഫുള്ള് കുരുമുളകാണ് വെച്ചുപിടിപ്പിച്ചിട്ടുള്ളത് അല്ലേ? പുതിയ കൊടിയെല്ലാം എല്ലാത്തേലും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, തെങ്ങുമക്കൂടിയും കവുങ്ങുമക്കൂടിയും ഒക്കെ. അപ്പൊ ഈ പശുക്കൂടൊന്ന് കാണാം നമുക്ക്. ഒരു 6-7 പശുവിനൊക്കെ ഇടാൻ സൗകര്യത്തിനുള്ള വലിയ കൂട് തന്നെയാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ടുള്ള വെള്ളത്തിന്റെ സൗകര്യത്തിനുള്ള പൈപ്പ് കണക്ഷനൊക്കെ അവിടെ ആക്കിയിട്ടുണ്ട്. മേലെ വീടിനോട് ചേർന്ന് തന്നെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഇങ്ങോട്ട് ഫുള്ള് വർക്കും കഴിഞ്ഞല്ലേ? ഡ്രസ് വർക്ക് മൊത്തത്തില് എല്ലാം ഫുള്ള് സെറ്റപ്പ് ആയിട്ട് തന്നെ ചെയ്തേക്കുന്നത്. വെള്ളത്തിന് സൗകര്യത്തിന് അവിടെ ഒരു ടാങ്ക് ഉണ്ട്. അപ്പൊ അതിനകത്ത് ഇങ്ങോട്ട് അതിൽ നിറച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുക ചെയ്യണത്. അപ്പൊ വെള്ളത്തിനൊക്കെ എല്ലാ സെറ്റപ്പും വീടിനോട് ചാരി തന്നെ ഇത് പശുത്തൊഴുത്തൊക്കെ ആകുമ്പോ പിന്നെ അത്യാവശ്യം നമുക്ക് നല്ല നോട്ടം കിട്ടുകയും ചെയ്യും അല്ലേ? അതെ. പിന്നെ നമുക്ക് ഇനി ആ ഒരു ഭാഗത്തോട്ടൊക്കെ ഒന്ന് പോയിട്ട് നോക്കട്ടോ. ഇവിടെ ഒരു ഷെഡ് ആക്കിയിട്ടുള്ള ഇത് ചാണകക്കുഴിയാണ്. മഴവെള്ളം ഒന്നും നിറയാതെക്കാൻ വേണ്ടി കൊതുക് നിറയെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഡ്രസ് വർക്ക് ചെയ്തിട്ട് അത്രയ്ക്ക് നല്ല നീറ്റായിട്ടാണ് ഇതിൻ്റെതെല്ലാം നോക്കി കൊണ്ടുനടക്കുന്നത് കേട്ടോ. പിന്നെ ഇങ്ങോട്ടും വണ്ടി വരുന്നതാണ് കേട്ടോ. പിന്നെ നമ്മളിത് കയറ്റി അങ്ങോട്ട് പോകേണ്ട കാര്യമൊന്നുമില്ല. ചാണകം ആകുകയാണെന്നുണ്ടെങ്കിൽ വണ്ടികളൊക്കെ വന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഇനിയിപ്പോ പറമ്പിലെ ആവശ്യത്തിന് എന്തെങ്കിലും വളച്ചാക്ക് ഇറക്കണം എന്നുണ്ടെങ്കിലോ ഇനിയിപ്പോ അടക്കിയ തേങ്ങയൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ ഉണ്ടെങ്കിലൊക്കെ വണ്ടി നമുക്ക് ഇങ്ങോട്ട് പറമ്പിലോട്ട് വരാൻ സൗകര്യമുണ്ട്. ഈ ഒരു പ്ലോട്ടിന് 1 ഏക്കർ 18 സെന്റ് സ്ഥലമാണ് മൊത്തം വരുന്നത്. ഇനി ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ 65 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ട് എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഓണറുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് ഓണറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതിലൊക്കെ നമ്മളെ ചാനൽ വഴി പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86 ആണ്. നിങ്ങൾക്ക് ഈ ഒരു പ്ലോട്ടിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിലോ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓണറെ മാത്രം കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.